അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. വിഴിഞ്ഞം തീരദേശ സംരക്ഷണ സേന തിരുവനന്തപുരത്ത് കോവളം ഹവാ ബീച്ചിൽ ശുചീകരണ ഡ്രൈവ് നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കോസ്റ്റ് ഗാർഡ് വെൽനസ് വെൽഫെയർ അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ശുചീകരണ പ്രവർത്തനത്തിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡിനൊപ്പം പങ്കുചേർന്നു. Try to find an easy solution of the waste that we create as part of our lifestyle and try to dump them in the oceans with scant regard to what is happening in the oceans and to the life systems inside the oceans. കൊച്ചിയിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ബീച്ചുകൾ ശുചീകരിച്ചു. പൊതുജനങ്ങളുടെയും ഗവേഷണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പുതുവൈപ്പ്, ചെറായി, കുഴുപ്പിള്ളി, മുനമ്പം ബീച്ചുകളാണ് ശുചീകരിച്ചത്. മുഖ്യ പരിപാടി നടന്ന പുതുവൈപ്പ് ബീച്ചിൽ എളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ്, സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് മേധാവി ഡോക്ടർ RS മഹേഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. അപ്പോൾ കേവലം ഇന്ന് ഒരു ദിനാചരണം മാത്രമായിട്ടല്ല, ഇത് പൂർണ്ണമായും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സ് മാത്രമായിട്ട് ഇത് നമ്മളുടെ അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ തയ്യാറാവേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മൾക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നീക്കി വയ്ക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. കുഫോസ് NSS യൂണിറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, വിവിധ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്ന് 230ഓളം വിദ്യാർത്ഥികളും ഗവേഷകരും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. സ്വച്ഛ് ഭാരത് സ്വച്ഛ് സാഗർ അഭിയാന ഭാഗമായി കവരത്തി ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടികൾ കോസ്റ്റ് ഗാർഡ് കമാൻഡർ ശിവശങ്കർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. CRPF ഉൾപ്പെടെ എല്ലാ വകുപ്പ് പ്രതിനിധികളും വിദ്യാർത്ഥികളും പ്രദേശവാസികളും തീരദേശ ശുചീകരണ പരിപാടികളിൽ പങ്കാളികളായി. ആൻഡ്രോത്ത് ദ്വീപിലെ മൂല ബീച്ചിലും മിനിക്കോയ് ദ്വീപിൽ കോടി ബീച്ചിലും തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.